നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ഒരു തരത്തിലും CPM-ന് തിരിച്ചടി ഉണ്ടാക്കില്ല. കിട്ടുന്ന വേദികളിലൊക്കെ CPM-കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രനും പറയുന്നത് ഇതേ ഡയലോഗ് തന്നെയാണ്. ശബരിമലയൊന്നും ഒരു തിരിച്ചടി ഉണ്ടാക്കില്ല, ഞാനിവിടെ ജയിച്ചു കയറും എന്നാണ്. പക്ഷേ കടകംപള്ളി ഇത് പറയുമ്പോഴും ആ പണ്ടത്തെ ആ ഒരു സ്പിരിറ്റും ആ ഒരു ഊർജവും ഒന്നും ഇപ്പോൾ കടകംപള്ളിയിൽ കാണാനില്ല. ഭയം വേട്ടയാടി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ശബരിമല അത്ര നിസ്സാര വിഷയമൊന്നുമല്ലല്ലോ. ഈ പറയുന്ന കടകംപള്ളിക്ക് നേരെ വലിയ വിമർശനങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതും പോറ്റിയുമായിട്ടുള്ള ബന്ധമൊക്കെ ജനം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് ആത്മഹത്യാപരമായിരുന്നു എന്നുള്ള ചർച്ചകളിലേക്ക് CPM-കാർ പോലും എത്തിയിരിക്കുകയാണ്. കാരണം മണ്ഡലത്തിൽ അത്ര ചൂട് പിടിക്കുന്നില്ല പ്രചാരണം. കടകംപള്ളിക്കും പണ്ടത്തെ ആ ഒരു ഊർജമൊന്നും ഇപ്പോൾ കാണാനില്ല. അതായത് തോൽവി മണക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്ത് നിർത്തിയാൽ മതിയായിരുന്നു എന്നുള്ള നിലപാടിലാണ് പല പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെയുള്ളവർ. ഇത് മാത്രമല്ല, കഴക്കൂട്ടത്ത് കടകംപള്ളിയെ കണ്ടുകൂടാത്ത ഒരു കൂട്ടം CPM-കാർ വേറെയുമുണ്ട്. ഇവരൊക്കെ കൂടി കടകംപള്ളിയെ എടുത്തിട്ട് കുടയുമോ തോൽപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും കഴക്കൂട്ടം പിടിക്കേണ്ടത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാരിച്ച ജോലിയായി മാറുകയാണ്. കഴക്കൂട്ടം കിട്ടിയില്ലെങ്കിൽ അത് ഉറപ്പായും ശബരിമല തിരിച്ചടിച്ചതാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാകും. അവിടെ ഈ പറയുന്ന കടകംപള്ളിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പാർട്ടിക്കാർക്ക് പോലും പിന്നീട് വിമർശിക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയും കടകംപള്ളിയെ കഴക്കൂട്ടത്ത് പിടിച്ചു നിർത്തുക, ആ മണ്ഡലം പിടിക്കുക എന്നുള്ള ഒരൊറ്റ നീക്കത്തിലേക്ക് CPM-കാർ എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ BJP സ്ഥാനാർത്ഥി V മുരളീധരന് വലിയ ജനസ്വീകാര്യത കിട്ടുന്നുമുണ്ട്. ഇത് വല്ലാതെയാണ് CPM-നെ വെറുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കരിനിഴലിൽ നിൽക്കുന്ന കടകംപള്ളിയെ മലർത്തിയടിച്ച് ഇത്തവണ BJP-യുടെ V മുരളീധരൻ സീറ്റ് ഉറപ്പിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പോലും പറയുന്നത്. പക്ഷേ ഈ പ്രവചനങ്ങളിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അത് മാറിയും മറിഞ്ഞുമൊക്കെ വരും. പക്ഷേ V മുരളീധരൻ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് കഴക്കൂട്ടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പോകുന്നിടത്തെല്ലാം ശബരിമല പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും ശക്തമായ പ്രചാരണ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കടകംപള്ളിയുടെ മുഖത്ത് തെളിയുന്നത്. അത് അപകടം മണത്തിട്ടാണോ, താൻ തോൽക്കുമെന്ന് ഏകദേശം വല്ല ബോധ്യവും വന്നിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യമായി ഉയരുന്നത്. 2021 ശോഭാ സുരേന്ദ്രനെ 23,000-ൽ പരം വോട്ടുകൾക്കാണ് കടകംപള്ളി അവിടെ തോൽപ്പിച്ചത്. അന്ന് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടുകൾ പിടിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 34,000 വോട്ടുകൾ മാത്രമാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ V മുരളീധരനെ കടകംപള്ളി സുരേന്ദ്രൻ 7,347 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. അന്ന് മുതൽ 2-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിൽ BJP ഉയർന്നു വന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ ജയിച്ച കടകംപള്ളി സുരേന്ദ്രന് ഇക്കുറി ജയം അന്യമാകുമെന്നാണ് അവസാനവട്ട വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. മാതൃഭൂമി പത്രം ഉൾപ്പെടെ നടത്തിയ സർവേയിൽ കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോൾ മലയാള മനോരമ വോട്ടർ സർവേ വ്യക്തമാക്കുന്നത് മുരളീധരന് മുൻതൂക്കമാണ്. 2% കൂടുതൽ വോട്ടുകൾ കടകംപള്ളിയേക്കാൾ V മുരളീധരൻ നേടിയെടുക്കുമെന്നാണ് സൂചനകൾ. കടകംപള്ളി സുരേന്ദ്രൻ വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും V മുരളീധരനിൽ ഏകീകരിക്കപ്പെടുമെന്നാണ് പ്രവചനങ്ങൾ. ഇത്തരത്തിലുള്ള വോട്ടർ പോലെയുള്ള സർവേകൾ പുറത്തു വന്നതോടുകൂടിയാണ് CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ കഴക്കൂട്ടത്തെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ പാർട്ടിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത്. കടകംപള്ളിക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നതിനെ വലിയ രീതിയിൽ എതിർത്ത ഒരുപാട് CPM-കാരുണ്ട്. അവരെ എല്ലാവരെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് വീണ്ടും അവിടെ സ്ഥാനാർത്ഥി പട്ടം കടകംപള്ളി സുരേന്ദ്രൻ നേടിയെടുത്തത്. പക്ഷേ കൈവിട്ട കളിയാണിത്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ തോറ്റാൽ അത് ഉറപ്പായും ശബരിമല തിരിച്ചടിച്ചതാണ് എന്ന് ചർച്ച വരും. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല മാത്രമായിരിക്കുമോ കടകംപള്ളിയുടെ തോൽവിക്ക് കാരണമാകുക? തോറ്റാലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതുമാത്രമല്ല, അതായത് കഴക്കൂട്ടത്തെ CPM-കാർക്ക് പോലും കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ അത്ര മതിപ്പൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ശിങ്കിടികളെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയിൽ തള്ളിക്കയറ്റാൻ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഒരു നീക്കം അവിടുത്തെ പ്രാദേശിക നേതാക്കളെ വല്ലാതെ ചൂടിപ്പിച്ചിരുന്നു. സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യം വരെ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. ഇത് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന സ്ത്രീ വിഷയ ആരോപണങ്ങൾ അതത്ര നിസ്സാരമൊന്നുമല്ല.
അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം കടകംപള്ളി സുരേന്ദ്രന് വലിയ എതിരായി നിൽക്കുമ്പോഴായിരുന്നു പിണറായി വിജയൻ കടകംപള്ളിക്ക് തന്നെ അവിടെ സീറ്റ് കൊടുക്കുന്നത്. ഇത് പിണറായി വിജയന്റെ ഒരൊറ്റ തീരുമാനമായിരുന്നു. ഈ തീരുമാനം പാളിയാൽ പിണറായിക്ക് പുളിച്ച തെറിവിളി കേൾക്കേണ്ടി വരും. കേന്ദ്രമന്ത്രി ആയതു മുതൽ വി മുരളീധരൻ അവിടെ വീട് വാങ്ങി താമസിച്ച് ഓരോ വീട്ടിലെയും അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി വരികയാണ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർവേകളിലും വ്യക്തമാകുന്നത്. എന്താണ് 23,000-ൽ പരം വോട്ടുകൾക്ക് 5 വർഷം മുൻപ് ജയിച്ച കടകംപള്ളിക്ക് വിജയം കീറാമുട്ടിയാകുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. ഇതിന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന വിഷയമാണ് എന്നുള്ളതാണ്. കടകംപള്ളി ഇക്കഴിഞ്ഞ 2ാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നില്ല. പക്ഷേ 2016-ൽ 1ാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ഒന്നിച്ചു നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കും പങ്കുണ്ടെന്ന സൂചനകൾ, അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് വി മുരളീധരന് മറ്റൊരു പ്രതീക്ഷ നൽകുന്നത്. 28 കോർപ്പറേഷൻ വാർഡുകളുള്ള കഴക്കൂട്ടത്ത് 14-ലും BJP-യാണ് വിജയിച്ചത്. BJP ഈ മണ്ഡലത്തിൽ വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷത്തിൽ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും CPM കുടുംബങ്ങളാണ് BJP-യിലേക്ക് എത്തിയത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ജയിച്ചുവെങ്കിലും കഴക്കൂട്ടത്ത് 2ാം സ്ഥാനം BJP-ക്കായിരുന്നു. CPM 3ാമതായിരുന്നു. ഇതെല്ലാം മാറുന്ന കഴക്കൂട്ടത്തിന്റെ മുഖം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മുരളീധരൻ ശക്തമായ വികസന അജണ്ടയാണ് കഴക്കൂട്ടത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് വൻ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് വി മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ശരത് ചന്ദ്ര പ്രസാദ് ആണ്. കഴിഞ്ഞ വർഷം ഡോക്ടർ ലാല് മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അത്രയ്ക്ക് ശരത് ചന്ദ്ര പ്രസാദിന് കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം മൂപ്പരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അങ്ങ് മങ്ങിയ നിലയിലാണ്. എന്തായാലും പ്രധാന മത്സരം കടകംപള്ളിയും മുരളീധരനും തമ്മിലാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കും. മണ്ഡലം പിടിച്ചെടുക്കാൻ വെള്ളം കുടിക്കേണ്ടി വരും കടകംപള്ളി സുരേന്ദ്രന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.